വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ചൂടാക്കിയ വെള്ളത്തിലേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കയ്പ്പ് രസം പോവാനിരിക്കുകയാണ്. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളപ്പിക്കാൻ പറ്റില്ല, തിളച്ചാൽ നാരങ്ങ പൊട്ടിപ്പോവും. വെള്ളത്തിൽ നിന്ന് ഊറ്റി വെക്കാം. ഇത് ചൂടാറി ഇനി ഇത് വൃത്തിയുള്ള ഒരു ശീല കൊണ്ട് ഇത് തുടച്ചെടുക്കണം. 4 കഷ്ണമാക്കി നമുക്ക് മുറിച്ചെടുക്കാം. നാരങ്ങ നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കുക. ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഉലുവയും കടുകും പൊടിച്ചത് ഇട്ട് കൊടുക്കുക. വേണ്ട ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുക. ഇനി വഴറ്റി കൊടുക്കുക. ഇനി പച്ചമുളക് ഇടുക. വെളുത്തുള്ളിൻ്റെ കളർ മാറുന്നവരെ ഇളക്കി കൊടുക്കുക. ഗോൾഡൻ കളറായി വന്നു. അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. 3 മിനിറ്റ് മൂടി വെക്കാം. തീ കുറച്ച് വെക്കാം. വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം വേഗം കുക്കാവുന്നതുകൊണ്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് സുറുക്ക ഒഴിച്ചു കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുക്കുക. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. കയ്പില്ലാതെ നാരങ്ങച്ചാർ റെഡി ആയിരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ ഒപ്പം കൂടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.